തുടങ്ങാമെങ്കിൽ ഈ വർഷം തുടങ്ങിയ കഴിഞ്ഞ ആഴ്ച ഓർമ്മയുണ്ടല്ലോ ഉബേഴ്സിന്റെ ഒരു ഇതുകൊണ്ട് വന്ന നീ അതുറുമ്പേറിപ്പോയി കുറെ അതിനു മുമ്പേ ഓർമ്മയുണ്ടോ നീ മറ്റില്ല ഇതിനെ കൊണ്ട് വന്ന അരാത്തൈമയും കൊണ്ട് അത് ചത്തുപോയല്ലേ മുമ്പ് ഓർമ്മയുണ്ട് റഹിലാണ് റഹല്ല അതുകൊണ്ടൊന്നും ഓർമ്മയുണ്ടോ പറയും നടന്നാണെന്നുള്ള സമയം അടയപ്പാടോട്ട് പോകേണ്ട വഴിയാണ് മേലോട്ട് മുമ്പ് ഒരു റൈറ്റ് നേരെ പോയാൽ മോനെ ഞാൻ കല്ലിനപ്പിയാണോ ഒറ്റയ്ക്കാണോ അല്ല കൂട്ടുകാർ വരും ഞാൻ വിചാരിച്ചു നീ ട്യൂഷനാണ്ട് പോയാൽ ഇറങ്ങിയാണ് അതുകൊണ്ട് ഞാൻ വഴി പറഞ്ഞു കല്ലവിടെ ഇല്ലല്ലോ ഇനി കുറച്ചുകൂടെ കഥയൊക്കെ പറഞ്ഞു ഇനി പറയാം അപ്പൊ ഞാനെവിടെ ഇരിക്കും നീ താരേ ഗുരു മേളിൽ ശിഷ്യൻ താരെ അച്ഛനെ ഏത് ഗുരു ഇത് ഗുരു ആവും നീ അതും കൊണ്ട് എടുത്തേക്കും അല്ല നിങ്ങൾ കഥ പറ കഥയല്ല ജീവിതം ഒരാഴ്ച ഇവന്മാരെന്നെ ഓടിച്ചതാ എല്ലാത്തിനും തുടക്കം ഒരു ചീട്ടുകളിയായിരുന്നു അമ്മാരെയൊന്നും കാണുന്നില്ലല്ലോ. ഞാൻ 17 കൊല്ലമായി. ചളി വന്നിട്ട് ഞാൻ ചോദിച്ചു നീ ഇങ്ങോട്ട് പോന്നു. അത് കുറച്ചു നേരമായി. പിന്നെ ഇന്നലെ സ്റ്റോറി ഇട്ട വച്ചേതാ? അത് ഇന്നലെ കമ്പനി ആയതാ. കമ്പനിക്ക് വല്ല MD വല്ലതും ഉണ്ടോടെ? MD എന്തുവാ? അത് ഇല്ലെന്ന് തോന്നുന്നു. കണ്ണു വേണ്ടിട്ട് ഇല്ലെന്നാ തോന്നുന്നു. തല്ലുള്ള നമ്മളെ വിളിക്കുന്നത് ഇല്ല, ഞാൻ നോക്കിക്കോളാം അതൊക്കെ. പിന്നെ ആ കല്ലിന്റെ കാര്യം എന്തായി? നീ പ്ലാൻ പറ. അവനെന്തിനാ വിളിക്കുന്നേ? ഒരാൾബലത്തിന് ഇരിക്കട്ടാ. ഓ, അവൻ ഭയങ്കര അലമ്പാ. നിങ്ങളുടെ പെട്ടത്തെ കൂട്ട് ഇപ്പൊ പ്രാങ്ക് വീഡിയോ ഒന്നുമില്ല. ആഴ്ചയിൽ 1-2 റീലൊക്കെ ഇട്ട്. ഒന്നാമത് എനിക്ക് ഇഷ്ടമല്ല. ഹലോ ഗായ്സ്, നിതിൻ വ്ളോഗിലേക്ക് സ്വാഗതം. അന്നേരം ഇന്നത്തെ പരിപാടി നമ്മൾ ഈ ചട്ടി താരോട്ട് ഇടുന്ന പരിപാടിയാണ്. ഇതിൻ്റെ റീച്ച് 1 മില്യൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ ചട്ടി താരോട്ട് ഇടാൻ പോവാണ്. റെഡി, 1 2 3 എടുക്കുന്നില്ലടാ. നീ അവന്മാരെ വിളിക്കുന്ന? അവന്മാരെ വിളിച്ചായിരുന്നു. അവന്മാരോടെ അത്യാവശ്യം പരിപാടിയില്ല. ഇതുവരെ അവന്മാർ അത്യാവശ്യം തീർന്നില്ലയോ? ആർക്കും രണ്ടുപേരുള്ളല്ലോ. എങ്ങനെ കളിക്കും? ഒരാളും കൂടെ വേണ്ടേ? ഒരാളെയും കൂടെ ഒപ്പിക്കാൻ. അവിനെ നീ ഒന്ന് ഇപ്പൊ 3 പേർക്ക് കിട്ടാൻ പറ്റും. എവിടെ പറഞ്ഞു? ലക്ഷ്മി ചേച്ചിയുടെ കടയിൽ പഞ്ചര അടിക്കാൻ പോയത്. പഞ്ചാര അടിക്കാൻ? പഞ്ചര വാങ്ങാൻ ഓടിച്ചല്ലേ. ലക്ഷ്മി ചേച്ചിയുടെ അച്ഛനോട് ഇരിപ്പുണ്ട്. ഇന്നൊരു കളി കഴിഞ്ഞിട്ട് പോവാ. എത്ര എണ്ണി എത്ര എണ്ണി വെക്കടാ. ഒരെണ്ണം കൂടി കേട്ടോ.
അഞ്ചല്ലേ? 5 അല്ലേ? കുറച്ച് നിനക്ക് എത്രയായി? നിനക്ക് 7 അല്ലേ? ഇല്ല. 7. ഇവിടെ നിന്നാണ് നീലയൊക്കെ ഇറങ്ങി. നണ്ട അടിക്കാട് വെച്ച് വേറെ കളി ഇതുകൂടെ നിനക്ക് ഹലോ, വീട്ടിലാണോ? വരുന്നു, ഒരു 15 മിനിറ്റ്. ശരി. അമ്മയെ വിളിച്ചേ, നമുക്ക് ചായ കുടിപ്പട്ടെ. നീ ഈ കാടൊക്കെ പറക്കി വെച്ചിട്ട് തല കൊണ്ട് വെക്കണം. എന്നിട്ട് ഇവിടെ നിന്നിച്ച് ഇവിടെ പോയാൽ കേട്ടാ. ഇതും കൂടെ വെച്ചോ. ഒന്നുകൂടെ വിളിക്കടാ പൊട്ടാ. നീ നില്ലടാ കോഴി. കോഴി നിന്റെ വെണ്ണം പിള്ളാൻ. വെള്ളം പിള്ളക്ക് വിളിക്കുന്നോടാ. വിളിക്കൂടാ. അമ്മമാരെ എനിക്ക് തിരിച്ചടിക്കണം. അറിയത്തില്ലടാ, കുറെ നേരമായിട്ട് അറിയാത്ത നമ്പറിൽ നിന്ന് കോൾ ചെയ്തു. അത് വല്ല കോള്. ഹലോ, ആരാ? മനസ്സിലായില്ലല്ലോ. ഹലോ ഹലോ, ഞാൻ അവീനാടാ. അവീനോ? നീ എന്തിനാ എന്നെ വിളിക്കുന്നത്? അമ്മമാർക്ക് ആ ഡയമണ്ട് അവിടെ ഇരിക്കുന്നത് അവർക്കറിയാം. അത് നാളെ പോയി അമ്മമാരെടുക്കും. നീ പറയുന്നത് ഞാൻ വിശ്വസിക്കണോ? അവിടെ നീ അമ്മാരുടെ ടീമല്ലേ? ഞാൻ ഇനി നിങ്ങളുടെ കൂടെ. നീ പറയുന്നത് ഉള്ളതാണോ? സത്യമൊക്കെ തന്നെ. അമ്മമാർക്ക് അത് കിട്ടാതിരിക്കാൻ നോക്കിയാൽ മതി. എടാ ശരി, ഇപ്പം ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിക്കാം. വെക്കലെ ഒരു കാര്യം കൂടെ പറയുന്നത്. വെച്ച് അവന്മാർക്ക് 2 കൊടുക്കാൻ പറയാൻ പറ്റിയില്ലല്ലോ. എടാ അവൻ പറയാം, അവന് മറ്റേ ഡയമണ്ടിൻ്റെ കാര്യം അറിയാം. ഡയമണ്ട് ചിലപ്പോൾ അവൻ പറഞ്ഞില്ല ശരിയായിരിക്കും. നമുക്ക് എന്തായാലും അമ്മയ്ക്കൊന്ന് വിളിച്ചാലോ? എടാ അത് വേണ്ട കേട്ടോ, നമുക്ക് കുറച്ച് അപ്പുറത്തോട്ട് മാറി പോകട്ടോ. വിളിക്കട്ടോ. ഹലോ മറ്റേ എവിടെടാ? പാർട്ടി ഓഫീസിലാ. പാർട്ടി ഹൗസിലോ? അവിടെ എന്തോ ഇത്ര എക്കോ? കൂടിയ പാർട്ടിയാണ് അവിടെ ഇത്ര എക്കോ പാർട്ടി ഹൗസിലോ? എടാ പിന്നെ ഞാൻ വിളിച്ചതേ, നമ്മൾ നേരത്തെ നോക്കിയിരുന്ന കല്ലില്ലേ, ഇതിപ്പോൾ അവന്മാർക്ക് കിട്ടിയാണ് ഡൗട്ട്. അമ്മ അത് അന്വേഷിച്ച് പോകും തോന്നുന്നു. വിട്ടോ മീറ്റിംഗ് ആയിട്ട്. ഓക്കെടാ, ശരി ശരി. അവനെന്താ പറയണോ? എടാ പാർട്ടി ഹൗസിലാണ്. അവിടെ പോടാ, 8 പൊട്ടും തിരിയാത്ത അവൻ പാർട്ടി ഓഫീസിൽ. അവന്റെ അച്ഛനമ്മയും പോലും അവനെ വെളിവിടത്തില്ല. എപ്പോഴാ ശരിയായി. അങ്ങനല്ലേ സംഭവം. ഹലോ ബേബി, ഞാൻ ഇവിടെ ഇരിക്കുക. കുറച്ച് കഴിയുമ്പോ വിളിക്കാം. ആരാ മോനെ? അനീതിയാണോ? അല്ല, എന്റെ ഗേൾഫ്രണ്ട്. എത്രല്ല പഠിക്കുന്നു? 9. നമ്മളെത്രല്ല പഠിക്കുന്നു? നമ്മൾ ചെറുതായിരുന്നപ്പോ വലിയവർക്ക് പെണ്ണില്ല, നമ്മൾ വലുതായപ്പോ ചെറിയവർക്ക് പെണ്ണില്ല. ഇത് നമുക്ക് പെണ്ണില്ല. ഞാനാണെങ്കിൽ എന്റെ എല്ലാ ജീവിതവും ഒരാൾക്ക് വേണ്ടി ഉപേക്ഷിച്ച അത് ഇതുവരെ സെറ്റ് ആയതുമില്ല. കൊച്ചിലെ മുതൽ സെറ്റാക്കാൻ നടന്നത്. അത് നിനക്ക് കഴിയത്തുണ്ട്. ഓടാ, നിനക്ക് കഴിവുണ്ടായിട്ടില്ലടാ തേച്ചിട്ട് പോയത്.
ഉണ്ടായിട്ടാ പെണ്ണില്ലാത്തവന്മാരെ. തന്നോണ്ടല്ലോ. അല്ല ഉണ്ടായിരുന്നു ചേട്ടന്മാരെ ഉദ്ദേശിച്ചത്. അങ്ങനെ മയത്തിൽ അങ്ങ് പറഞ്ഞ പോലെ കാര്യം പിള്ളേരുടെ കാര്യം എറിഞ്ഞാൻ പൊട്ടിക്ക് സാമാനം. എന്നിട്ട് എന്തായി? നീ എന്തിനാ ദേഷ്യപ്പെട്ടെ? നീ ഇതിനെ പെണ്ണുമ്പിളൊക്കെ വിളിച്ചേ? അത് ഇനി നിനക്ക് പെണ്ണില്ലല്ലോ. പെണ്ണില്ലേലും പറയുമ്പോ ഫീൽ ആവത്തില്ല ഇവിടെ. ആ പോട്ടത്ത് ആരല്ല അവന്മാരെ വിളി. ഇതിനെ ഒന്ന് വിളിക്കട്ടെ. ഹലോ ഹലോ, എടാ കുരിശുമുണ്ട് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് അങ്ങോട്ട് വാടാ. ആ വരുക. ശരിയാ ശരി. നിക്ക് നിങ്ങളുടെ കഥ ഞാൻ കണ്ട. ഞങ്ങൾക്ക് സാധനത്തെ പറ്റി കേട്ടാ മതി. ബോറടിപ്പിക്കാതെ കഥ എങ്ങ് പറഞ്ഞു. എന്നാ പിന്നെ ഇനിയും ശരിക്കുള്ള കഥയിലേക്ക് വരാം. എന്താണ് എൻ്റെ അവിടെ വരുന്നത്? ഞാൻ ഇനി നിങ്ങളുടെ കൂടെ അമ്മാരെന്നെ വിളിച്ചു വരുത്തി അടിച്ചു ഇന്നലെ. കൂടാതെ മറ്റാനാണോ? പറ്റാനൊന്നും അല്ല, അമ്മാരെ വെച്ചാൽ അവിടെ ഞാനും സമ്മതിക്കത്തില്ല. നീ മിണ്ടാതെ എൻ്റെ കൂടെ വാ, നമുക്ക് അമ്മമാർക്കിട്ട് പണി കൊടുക്കാം. എന്താടാ നീ ഒറ്റയ്ക്കാണോ? അത് നീ അറിയേണ്ട ആവശ്യമില്ല, മിണ്ടാരി വാ. ഇതാണ് കുഴി. നിക്കടായിരുന്നു. അതൊക്കെ ഉള്ള കുഴി. അതിനകത്ത് കല്ല് കാണാൻ ചാൻസ് ഇല്ലായിരിക്കുമല്ലോ അല്ലേ? അപ്പം കുറെ തപ്പിയതാ, കുറെ കിട്ടിയിട്ടില്ല. തപ്പി നോക്കാം. ഇവിടെ വേറെ ആൾക്കാരും തപ്പിയിട്ടുണ്ടല്ലേ? വേറെ ആൾക്കാർ എടാ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ആരും വരാറില്ല. ഇവിടെയൊക്കെ തന്നെ ഈ റബ്ബറൊക്കെ ഒത്തിരി ഉള്ളത് ടാപ്പിങ്ങിന് ആൾക്കാർ വരും. രാവിലെ അവരെ തന്നെ അന്നേരം തന്നെ എല്ലാം ഇങ്ങോട്ടൊന്നും ആരും വരാറില്ല. ഈ കാട് മൊത്തം അരിച്ചു പറക്കിയത്. ഇനി ഒരു ഭാവം കൂടി ഉള്ളു. ഇതൂടെ കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇടാം, ആയിരിക്കും നല്ലത്. എന്തായാലും ബാഗ് വിറ്റ് അടക്കണം വേണ്ടി വെക്കും. ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് തപ്പാം. ആദ്യം വെള്ളത്തിൽ ഇറങ്ങി നോക്കാൻ. വെള്ളത്തിൽ ഇപ്പം ഇറങ്ങണോ? ഒഴിക്കാത്താണ് വീണം പോയി. ഈ ആ സൈഡിലല്ല, എന്നിട്ട് അങ്ങോട്ട് നമുക്ക് ഇവിടെ വെച്ചാൽ ഞാൻ കടയിലൊക്കെ നിന്ന് നോക്കാം. വൈകിട്ട് നല്ലത്. തപ്പിക്ക് അങ്ങോട്ടൊക്കെ. ഞാൻ അങ്ങോട്ട് നോക്കാം. നീ ഈ മരത്തിന് ഉണ്ടെങ്കിൽ നിർത്തണം. അപ്പൊ പുഴി പിടിച്ച് ഏത് മരത്തിൽ എന്തോ മാറിക്കോണ്ട്. സഞ്ജയ് നീ എന്താ അവനാവുമ്പോ മരം കയറി എന്തോ മരത്തിൽ കയറിക്കാം. നമുക്ക് ഇന്ന് മണ്ടക്കേറിട്ടെ പറ്റുമോന്ന് അറിഞ്ഞൂടാ. ഇവിടെ ആരും ഇല്ല. കുറച്ച് അവിടെ കാണാൻ പറ്റുമോ? ആ ഭാഗത്തൊക്കെ നോക്കാം. നമുക്ക് അവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും. അവിടെ താഴോട്ട് പോകും. താഴെ ആ ഭാഗത്ത് വല്ലതൊക്കെ കാണാനാണ് ചാൻസ്. എടാ കല്ലെടുത്തെറിയില്ലേ? അയ്യോ കൊന്നോടാ നീ അവനെ. ആ ബോധം പോയി. അനു നീ വന്നേ. ഒരുത്തൻ്റെ കാര്യം തീരുമാനമായി.
ആണ്ടി പിന്നെ ഇവൻ കല്ലൊന്നും ആയിട്ട് ഞാനൊന്നും അല്ല പിന്നെ ഞാൻ കല്ലെറിഞ്ഞേ എന്തുവാ അടിച്ചിട്ടേ വാ പൊക്ക് വാ ഇടി അമ്മേ 3-4 നേരം പിന്നെ ഇങ്ങനെ വീട്ടിൽ വരും ഇങ്ങനെ എടുക്കാൻ പോലും പറ്റില്ല ഈ പ്രോപ്പർട്ടി ആണ് താഴെ തന്നെ മര്യാദയ്ക്ക് മരത്തിന് വേണ്ടി കിട്ടുന്നില്ല കല്ലെറിഞ്ഞവന് തകി കുഴി തകില് ആ തകി കുറച്ച് വെള്ളത്തിനോടാ കുറച്ച് വെള്ളം എടുത്തിനോടാ വെള്ളമില്ല ഉപ്പ എന്തിനാ വെള്ളം എടുത്തിട്ട് വാ ചെല്ല്. ഞാൻ മോനെ ഞാൻ ചത്തോളാം. എന്തോരാ കല്ലെടുത്തിരുന്ന ഇതാണ് നിന്റെ കുഴി ഇത് ആരുമില്ലല്ലോ പോ പിടിക്കണം അമ്മരെ കല്ലും കൊണ്ട് പോയാൽ ആ ഇടയ്ക്ക് വന്ന് കയറിയവനേതാ? ആ അതേതോ ഒരു വേട്ടാളി അടയ്ക്കാന്ന് കയറിയതാ പോലീസ് നിങ്ങളുടെ കഥ കേൾക്കാൻ വന്നതല്ലേ? ഞാൻ കല്ല് അപ്പി വന്നേ, അത് കിട്ടിയില്ല, ഞാൻ പോവാ. ഞാൻ പോവാ, നിങ്ങൾ അവിടെ എന്തെടുത്ത് എടുത്തില്ല. ഭൂമി ഉണ്ടല്ലേ വെള്ളത്തിൽ തന്നെ കയറുമല്ലോ. ഇങ്ങോട്ട് വഴി തുറന്നു വന്നിട്ട് അങ്ങോട്ട് പോകും. എന്തോ അത് മലബോധമോ? ഞാൻ നിൽക്കി ഞാനാ ആ നീയായിരുന്നോ? ഞാൻ പേടിച്ചു പോയി. ഓ വയ്യടാ, ദേഹം മുഴുവൻ വയ്യ, ഇടികൊണ്ട് ഇളകി. ഇത്ര നാളത്തെയും കഷ്ടപ്പാട് മൊത്തവും പോയി. ഓ നീയും ഇങ്ങോട്ടായിരുന്നു ഓടിയേ? സാധനവും പോയി, എന്തോ ചെയ്യാനാണ്. അവയും കൂടെ നൊറ്റിയതാ പണിയായത്. നീയൊക്കെ എന്തോ അവനെ എടുത്തിട്ട് ഇടിച്ചേ? എൻ്റെ ചീട്ടിലെ കള്ളത്തരം കാണിച്ച് ഇടിക്കണ്ടേ?
എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. അങ്ങനെ കൈ കിട്ടും പൊതിക്കും ഞാൻ തന്നെ കണ്ടോ. ഇനി അവനെ ഇടിച്ചിട്ട് എന്തു കാര്യം? സാധനം പോയില്ലയോ? അതിനത് പോയില്ലല്ലോ. അതേ വിളിച്ചിട്ടുണ്ട്. ഇതല്ലേ എന്ത് പവർ ബാങ്ക്? ഇതല്ലേ കല്ല് ആണ്ടേ? പെട്ടിയാണോ? അതിൻ്റെ പെട്ടിയാണോ? നീ അല്ലേ ഇതുണ്ടെന്ന് പറഞ്ഞ അവിടെ നിന്റെ അപ്പൻ സ്ഥലമില്ലേ ഇത്? അപ്പൂപ്പൻ്റെ തന്നെ എൻ്റെ അല്ലേ? പിന്നെ പറഞ്ഞ എടാ മഹാബാബി ഒക്കെ കൊല്ലം കൊണ്ടുവന്നു ഞങ്ങളെ. അപ്പൊ ഇതിനെന്താ പറഞ്ഞ് വിൽക്കും? അത് നമുക്ക് നോക്കാം. ഇത് എവിടെ നിന്ന് കിട്ടിയത്? അതാ വെള്ളത്തിൽ കണ്ടില്ലേ അപ്പൊ കിട്ടിയതാ. ഇത്ര നാളായിട്ട് തുരുമ്പൊന്നും പിടിച്ചില്ലേ? ആ ഇരുമ്പ് അതൊന്നും തോന്നില്ല കണ്ടിട്ട്. തടി എങ്ങനെ തേക്കിൻ്റെ താക്കോലുണ്ടോ തോന്നിയ താക്കോല് തപ്പാ ഇനി പോണോ? ഇതല്ലേ കല്ല്? ഇത് മുഴുവൻ പറ്റത്തില്ലേ അപ്പൊ? ഇല്ല, ഇത് പറ്റത്തില്ല. 2 സോക്കറ്റ്. എനിക്ക് തോന്നുന്നു ഇത് അതിൻ്റെ അകത്താണ്. ഇത് തുറക്കണം. ഇത് എൻ്റെ പാണ്ടി ഇത് മറിച്ച വല്ലതും കിട്ടുമായിരിക്കോടാ. 10 രൂപ കിട്ടിയാൽ കൊള്ളാം. 10 രൂപയോ? 10 ലക്ഷത്തിൽ കുറച്ച് നമുക്കൊരു പിടിയില്ല. 10 രൂപ, വെറും 10 രൂപ. 10 രൂപയ്ക്ക് സാമാൻ ഉണ്ടാക്കാൻ പോയേ. അല്ല, തുറന്നാലല്ലേ ഉള്ളൂ. ഈ പെട്ടി കൊണ്ട് കൊടുത്താൽ ആരും എന്തോ തരാനാ? നമ്മുടെ ആക്രി ഇറക്കാൻ പോയപ്പോഴായിരുന്നു എന്നെക്കാലം പൈസ കിട്ടിയല്ലോ. ഇതെങ്ങനെയെങ്കിലും നമുക്ക് തുറക്കണം. ഇതിൻ്റെ അവിടെ ചാവിയുടെ സ്ഥലമൊക്കെ ഉണ്ട്. ചാവിയുടെ സ്ഥലം എന്തുകൊണ്ടാ കണ്ടോ? ചാവിയുടെ സ്ഥലമുണ്ട്. ചാവി കിട്ടുവാണെങ്കിൽ നമുക്ക് തുറക്കാം. അതിനകത്ത് തുറക്കുവാണെങ്കിൽ അതിൻ്റെ അകത്തിരിക്കുന്ന കല്ല് നമുക്ക് എടുക്കാൻ പറ്റും. ചാവിനാണോ അത്? ഹലോ, ആ ഞാൻ പാർട്ടിക്കാരായിട്ടങ്ങ് വരും. ഇപ്പോൾ അങ്ങോട്ട് വരും. ലാസ്റ്റ് പോലീസുകാരാണ് പറഞ്ഞത്. അവർ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ തലൂട്ടൊക്കെ അടിക്കും. മേപ്പോട്ട് വെടിയൊക്കെ വെക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വന്നത്. അവിടെ ഞാനിപ്പോൾ പാർട്ടിക്കാരായിട്ടങ്ങ് വരും. ശശി കൊച്ചാട്ടനൊക്കെ ഉണ്ടോ? ഞാൻ കണ്ടായിരുന്നു. ഞാൻ വേണ്ട ഇപ്പം പാർട്ടിക്കാരായിട്ടങ്ങ് വരും കേട്ടോ. അയ്യോ പറ്റ്, ആൻറ്റിയുടെ ആളെ പറ്റിനി അങ്ങനെ തീർക്കും. പറ്റെന്ന് പറ്റിച്ചെന്ന് എഴുതാൻ പറഞ്ഞേക്ക്. ഒരു കുളത്തിലും കൊണ്ട് ആ കുളത്തിയാണ്ട് ഇത്രയും വെള്ളം പോലും ഇല്ലെന്നുള്ളത്. അതിൻ്റെ പെടലി വിളിക്കാനായിട്ട് ഇത് വീണപ്പോൾ അപ്പൂപ്പൻ്റെ സ്ഥലം നമ്പർ കൊണ്ടുപോയിട്ട്. എടാ ഞാൻ ചാടി നോക്കിയിട്ടില്ലല്ലോടാ. അല്ല, അപ്പൂപ്പൻ പറഞ്ഞ അറിവല്ലേ ഉള്ളു. നിന്റെ അപ്പൂപ്പൻ എന്തെങ്കിലും പറഞ്ഞേ? പണ്ടത്തെ ഒരു അപ്പൂപ്പൻ. ഇപ്പോഴത്തെ അല്ലെങ്കിൽ അപ്പൂപ്പൻ വിളിക്കും ഇപ്പോഴത്തെ ആൾക്കാരെ. ഈ അത് വിട്, പെട്ടിയുടെ കാര്യം പറ. ഈ എന്താ പറഞ്ഞിട്ടുള്ളൂ? ഇനി പോലും എന്താ പറ്റാൻ? എങ്ങനെയെങ്കിലും തുറക്കണം. ഇത് തുറന്നാൽ നമ്മൾ കോടീശ്വരന്മാരായി. പോലീസ് കേസ് ആവും മിക്കവാറും. ഇത് കണ്ടെടുത്ത് ആരും അറിഞ്ഞില്ലല്ലോ. മറ്റേ ലൈവ് ഇട്ട് മൊത്തത്തിനെ കാണിച്ചില്ല ലൈവ്. ഞാനും ഇതും കൊണ്ട് വീട്ടിലോടെങ്ങാനും പോകും. ഷോക്കേസെല്ലാം കൊണ്ട് നോക്കാം. അല്ല കാശ് കാശൊന്നും ഇല്ല. വീട്ടിൽ പോകണം മറ്റേ ചുമ്മാ കൊണ്ട് എൻ്റെ തകരപ്പെട്ടി ഇല്ല. അമ്മ എത്ര സമയം കളഞ്ഞു. ഹലോ മിത്തമ്മ. ഹലോ പറയടാ. അവന്മാരുടെ ഇല്ലെന്നാ പറയുന്നത്. പ്ലാൻ വൻ പരാജയം. കല്ലില്ലയോ? ഞാൻ നീ പിന്നെ വിളിക്കാം. ഞാൻ പാർട്ടി പ്രകടനത്തിൽ നിൽക്കുക. പിന്നെ വിളിക്കട്ടോ. വെറുതെ എത്ര സമയം പോയി. ശരിയെന്നാ. പോയി